പ്രിയങ്കനായ അധ്യക്ഷ സുഹൃത്ത്, പ്രിയപ്പെട്ട അൻവർ കാരാട്ടിൽ, ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട ഉമ്മർ വെള്ളേരി, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സഫർ, സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട KM ഷാജി സാഹിബ്, വേദിയിലിരിക്കുന്ന ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട KT അഷ്റഫ്, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഗഫൂർ കുർമാടൻ, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട CP കരീം മാസ്റ്റർ, വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ MSF-ൻ്റെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഷിഹാബ് തങ്ങൾ റിലീഫ് ചാരിറ്റി സെൻറ്റർ അരീക്കോട് എന്ന് പറയുന്നത് അരീക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഒരു പരിപാടിക്കുന്ന നിലക്കാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ള ഒരു വേദി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചാരിറ്റിയുടെ സംബന്ധിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഫറും അൻവറും ഒക്കെ വിശദീകരിച്ചു. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. ആനുകാലിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ CPM ഒന്ന് മനസ്സിലാക്കണം. ആരെയാണ് നിങ്ങൾ വളർത്തിയത്? ആരെ തോൽപ്പിക്കാനായിരുന്നു നിങ്ങൾ വളർത്തിയത്? കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന സംഭവം. ഞാൻ ചോദിക്കട്ടെ, 2011 LDF-ൻ്റെ ഒരു സ്ഥാനാർത്ഥി, ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ വോട്ട് അന്ന് പോയത്? അന്ന് നിങ്ങൾക്ക് 4 ഉറുപ്പ്യ കിട്ടിയവരെ പിന്നാലെ പോകുന്ന ഒരു ഏർപ്പാടായിരുന്നു നിങ്ങൾക്ക്. അന്ന് എന്തുകൊണ്ട് LDF-ൻ്റെ ഇന്ന് നിങ്ങൾ പറയുന്ന ഇടതുപക്ഷം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറയുന്ന നിങ്ങളുടെ ഇന്ന് ഈ അപ്പുറത്തിരിക്കുന്ന ഭരണകക്ഷിയിലെ MLA നിരന്തരമായി നിങ്ങളെ വിമർശിക്കുമ്പോൾ എവിടെ പോയിരുന്നു ആ ആവേശം? അന്നത്തെ ആവേശം ഇപ്പോൾ കാണില്ലല്ലോ. അന്ന് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ 2500 വോട്ടാണ് LDF-ൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ഷാജി ഇവിടെ കിട്ടിയത്. 47,000 വോട്ട് CPM-ൻ്റെ വോട്ട് ഒഴിവാ അപ്പുറത്ത് പോയില്ലേ? ഇപ്പോൾ നിങ്ങളെന്തായി? ഇപ്പോൾ നിങ്ങൾ 2016 2020 ജയിപ്പിച്ചു. മുസ്ലിം ലീഗിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തും നിങ്ങൾ സ്വതന്ത്രന്മാരെ കൊണ്ടുവന്നു. ജലീലിനെ കൊണ്ടുവന്നു, ലില്ലി ഗഫൂറിനെ കൊണ്ടുവന്നു, കാരാട്ട് റസാഖിനെ കൊണ്ടുവന്നു, പിന്നെ KP ഒമലൈൻ്റെ മാനെ കൊണ്ടുവന്നു, മുസ്തഫാനെ കൊണ്ടുവന്നു, ഇങ്ങനെ എത്ര ആളെ കൊണ്ടുവന്നു. ഇപ്പം എന്തായി? ഒക്കെ തിരിഞ്ഞ് കുത്താൻ തുടങ്ങി. ഇപ്പോഴാണ് നിങ്ങൾക്ക് പാർട്ടിയെ പറഞ്ഞാൽ പറഞ്ഞത് നിങ്ങളൊരു ചുക്കും ചെയ്യില്ല, ആരും നിങ്ങൾക്ക് ചെയ്യാനും കഴിയില്ല, അതിനുള്ളൊരു ബാല്യം നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അടുത്ത കാലത്തെ കേരള രാഷ്ട്രീയത്തിൽ. ഇന്നൊക്കെ നിയമസഭയിൽ പോയി നോക്കണം. ഇന്ന് രാവിലെ ചെല്ലുമ്പോൾ ഒരൊറ്റ ഒന്നിനെ മുഖത്ത് ഒരു തെളിച്ചമില്ല. മുഖ്യമന്ത്രിയുടെ മുഖത്തൊക്കെ അല്ല കടന്നിൽ കുത്തിയ മാതിരിയുണ്ട്. അറിയങ്ങൾ ഇന്നത്തെ സ്ഥിതി അതാണ്. നിങ്ങൾ ആരെയൊക്കെ ഇവിടെ പറഞ്ഞല്ലോ സഫറും, മുസ്ലിം ലീഗും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി, MSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് അടക്കമുള്ളവർ നിരന്തരമായി അന്ന് SP സുജിത് ദാസിന്റെ കൊള്ളരുതായ്മകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത്, അവസാനം താനൂരിൽ ജാഫ്രിയെ പോലീസ് ഉരുട്ടി കൊലപ്പെടുത്തിയത് പറഞ്ഞപ്പോഴല്ലേ SP മാറ്റാൻ തയ്യാറായത്? പിന്നീട് ഭരണകക്ഷി MLA തന്നെ മനം തൊന്നുകൊണ്ട് ആ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴല്ലേ നിങ്ങൾക്കൊന്ന് ഇളകിയത്? ആദ്യഘട്ടത്തിൽ നിങ്ങളെല്ലാവരും MLA പ്രോത്സാഹിപ്പിച്ചില്ലേ? ആദ്യഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പോയി നിങ്ങൾക്ക് ശരിക്കാൻ കഴിയോ? ഇവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക്, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക്, ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് നിങ്ങൾ അപ്പുറത്തെ MLA ഒന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പം നിങ്ങൾ കൈപ്പിലും ഇറക്കാനും വയ്യ, മതിൽ തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയില്ലേ? നിങ്ങളെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങളിൽ നിന്ന് പോയ ആൾക്കാരാണൊക്കെ വരെ. പക്ഷെ ഞങ്ങളെ തകർക്കാൻ, പക്ഷെ നിങ്ങളുടെ അന്ത്യം ഞങ്ങളെ തകർക്കാൻ വന്ന് നിങ്ങൾ വളർത്തിയവരെ കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്തൊക്കെ പറയുന്നത് ഞങ്ങളെ പറ്റി? നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പണക്കാരായ ആളുകളെയും അതുപോലെ തന്നെ ലീഗ് വിരോധികളെയും അല്ലെങ്കിൽ സമുദായത്തിലെ മറ്റുള്ള ആളുകളെയൊക്കെ പിടിച്ച് വോട്ട് നേടാനല്ലേ ശ്രമിച്ച്. ഇപ്പൊ കാരാട്ട് റസാഖിനെതിരായില്ലേ? ജലീലെവിടെ നിൽക്കുന്നത്? മിഞ്ഞാത്ത നിങ്ങൾ ഡീലല്ലേ ജലീൽ മാറ്റി പറഞ്ഞത്? ജലീൽ മാറ്റി പറഞ്ഞത്? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എവിടേക്കാണ് CPM പോലുള്ള ഒരു പാർട്ടി പോകുന്നതായിരിക്കുന്നത്? പിന്നെ പറയുന്നത് PR. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പറയുന്നത് എനിക്ക് പബ്ലിക് റിലേഷന്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ കാര്യമില്ല എനിക്കറിയാം. നമ്മളെ തുറന്നാണ് പറഞ്ഞൂടെ? ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എന്താ പറയാത്തത്? എന്താ നിഷേധിക്കാത്തത്? നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രമേശ് ചെന്നിത്തല പലപ്പോഴായിട്ട് പറഞ്ഞിട്ടല്ലോ PR വർക്കിനെ സംബന്ധിച്ച്. അന്നൊക്കെ നിങ്ങൾ നിഷേധിച്ചില്ലേ?
ഇപ്പം എന്താണ് നിങ്ങളുടെ മുഖം മെരുക്കാൻ ഇന്നലെ ഇങ്ങോട്ട് സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് PR ഏജൻസിനെ ഏൽപ്പിക്കാൻ കോൺഗ്രസ് കനകരൂരിനെ ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾ എന്താണ് കോൺഗ്രസിന് PR വർക്കാണ് അത്. അതിനെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ആശയത്തിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് CPM പറയണം. കഴിഞ്ഞ 8 കൊല്ലമായി കേരളം ഭരിച്ച് ഒരു വികസന പ്രവർത്തനം നടക്കാതെ, ഒരു ക്ഷേമ പ്രവർത്തനം നടക്കാതെ, ഒരു ആരോഗ്യ രംഗത്തായാലും ഏത് രംഗത്തായാലും ഒന്നും നടക്കാത്ത, ഒന്നിനും ഫണ്ടില്ലാത്ത, വെറും ദൂർത്ത് മാത്രമായിട്ട് പാർട്ടിക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയില്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങൾ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിശ്ചിതമായ വിമർശനം വരുന്നത്. ആരെങ്കിലും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനുണ്ടോ? സാധാരണ മുഖ്യമന്ത്രിയെ പറഞ്ഞാൽ ഇവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ പറഞ്ഞാൽ എത്ര ആൾ പ്രസ്താവനയായിട്ട് ഇറക്കും? ഞാൻ ഷാജി പറഞ്ഞ മാതിരി, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി വളരെ സങ്കടമുണ്ട്. അയാൾക്ക് പറയാൻ വേണ്ടി റിയാസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. മറ്റ് ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കില്ല. കാരണം ഷാജിക്ക് ഇത് കഴിഞ്ഞിട്ട് കാവങ്ങപ്പാറ ഒരു പരിപാടിയുണ്ട്. ഒരു 1.25 മണിക്കൂർ ഷാജിക്ക് പ്രസംഗിക്കുവാണോ? ഷാജിൻ്റെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങൾ എല്ലാവരും ഒന്ന്. ഞാൻ നിങ്ങളെ ഇവിടെ കൂട്ടിലെ പോയാൽ എനിക്ക് എപ്പോഴും നിങ്ങളോട് കാര്യങ്ങൾ പറയാം. ഷാജിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം, നിരന്തരമായി പിണറായി ഗവൺമെന്റിന്റെ വേട്ടയാടിയ ഒരു രാഷ്ട്രീയ നേതാവാണ് എൻ്റെ സുഹൃത്ത് KM ഷാജി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഷാജി കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയുടെ അനുയായികളെ സംബന്ധിച്ച് നിരന്തരമായി സംസാരിച്ചപ്പോൾ പിറ്റേന്ന് രാവിലെ വിജിലൻസിനെ പറഞ്ഞ കൂട്ടരവര് 2 പ്രാവശ്യം കേസെടുത്തില്ലേ? അവസാനം ആ കേസ് കേരള ഹൈക്കോടതിയിൽ റദ്ദാക്കിയത്. 2 കേസുകൾ നിരന്തരമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അതിനുശേഷവും നിരന്തരമായി ഷാജിയെ വേട്ടാടിയത്. അന്ന് ഷാജിയുടെ കൂടെ ഞങ്ങളും പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഷാജിനോട് ഏറ്റവും അധികം സ്നേഹം ബഹുമാനമുള്ളത്, ഞാനൊരു പ്രതിസന്ധി വന്നപ്പോൾ, എനിക്ക് ഏറ്റവും ഒരു പ്രയാസം വന്നപ്പോൾ, ഇല്ലാത്ത കേസിൽ കൊലക്കുറ്റത്തിന് എൻ്റെ പേരിൽ FIR ഇട്ടപ്പോൾ അന്ന് കേരള നിയമസഭയിൽ എനിക്ക് താങ്ങായി തണലായി നിന്ന് അന്ന് എല്ലാ ദിവസവും നിയമസഭ സംഭിച്ചപ്പോൾ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എൻ്റെ റൂമിലിരുന്ന് എൻ്റെ കൂടെ നിന്ന്, ഒന്നും പറയില്ല, പക്ഷെ എൻ്റെ കൂടെ നിന്ന് എനിക്കൊരു കരുത്തായി, ഒരു താങ്ങായി നിന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷാജി എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷാജിക്ക് ഓർമ്മ ഉണ്ടാവും എനിക്കറിയില്ല. എല്ലാ ദിവസവും ഞാൻ ആ പെരിയാർ ബ്ലോക്കിൽ 5/2 റൂമിൽ അസംബ്ലി സംഭിച്ചു. അന്ന് ഇവരെ ഞാൻ എന്നും അസംബ്ലി സംഭിക്കും. അന്ന് 21 ദിവസം ഷാജി ഒരു ബഷീർക്ക് അങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾ പറഞ്ഞോളാറ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കുന്നവനാണ് ഒരു നേതാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ പാർട്ടിയെ ഏതൊരു വിഷയത്തിനും പാർട്ടിക്ക് ഒരു പരിചയമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷാജി സാഹിബ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടിക്ക് ഷാജിയെ കിട്ടിയതിൽ നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. പ്രിയപ്പെട്ട ഷാജിക്ക് വൈമാറിക്കൊണ്ട് ഒരു ഔപചാരികർക്ക് വേണ്ടി ഈ സമ്മേളനം ഉദ്ഘാടനമായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രസംഗിക്കില്ല.